മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് ബോട്ടിൽ പോയവരുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ ബോട്ടിൽ ഉള്ളവരിൽ അധികവും ബന്ധുക്കളാണ്. സംഘത്തിൽ 22 കുട്ടികളുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നു. ഡാനി, പോലീസിന് ലഭിച്ച ആ ലിസ്റ്റ്, പേര്, വിവരം, വിശദാംശങ്ങൾ. ശരത്ത്, പോലീസ് ഇത് സംബന്ധിച്ച്, കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് ആളുകൾ എത്ര, ഇത് ആരൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നൽകാതെ ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നൊരു സമയത്താണ് പോലീസ് കസ്റ്റഡിയിലുള്ളവരിൽ നിന്നായി വളരെ കൃത്യമായ ഒരു അനുമാനത്തിലേക്ക്, നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത തമിഴ് സ്വദേശികളായ പ്രഭു അതോടൊപ്പം തന്നെ രവി എന്നിവരിൽ നിന്ന് ചോദ്യം ചെയ്തതിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അത്തരം ഒരു നിഗമനത്തിലേക്ക് കടക്കുന്നത്. ഇതനുസരിച്ച് ഏതാണ്ട് 80ഓളം പേരെ പോലീസ് വളരെ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരിൽ എല്ലാവരും തന്നെ ബന്ധുക്കളാണ്. അങ്ങനെയുള്ളവരുടെ വിവരങ്ങളാണ് പോലീസ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയിൽ 6 ദിവസത്തോളം പ്രായമുള്ള കുഞ്ഞും അതോടൊപ്പം തന്നെ അവരുൾപ്പെടെയുള്ള 22ഓളം കുട്ടികൾ ഈ സംഘത്തിലുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയവും നിർണായകമായ വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും തന്നെ ബന്ധുക്കളാണ്. കുറെ കാലങ്ങളായി ഇന്ത്യയിൽ അധിവസിക്കുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികളിൽ പെടുന്നവരാണ് ഈ കുടുംബങ്ങൾ എല്ലാവരും തന്നെ എന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതലായും ഇവർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. മറ്റൊരു കാരണം, ഇത്തരം കടത്ത് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരുപക്ഷെ മുനമ്പം കേന്ദ്രീകരിച്ചല്ല എങ്കിൽ കൂടിയും പലതവണ ഇവർ ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ടവർ അവർ ഇപ്പോഴുള്ള അവരുടെ ഒരു സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ പലർക്കും ജോലി ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കൂടുതലും തന്നെ ഇവിടേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം അതിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തക്കല ശ്രീകാന്തൻ എന്ന ഇതിൻ്റെ എല്ലാം മുഖ്യ ആസൂത്രകനിലേക്ക് അന്വേഷണം എത്തിച്ചേരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സെൽവലിലേക്ക് ഇത്തരം അന്വേഷണങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ബന്ധുക്കളാണ് കൂടുതൽ പേരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് സംബന്ധിച്ച പോലീസിന് വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അവരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അത്തരം ഒരു വിവരങ്ങളിലേക്ക് പോലീസ് കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങളിലേക്ക് പോലീസ് വെച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. ബോട്ട് സംബന്ധിച്ചും തീരദേശ സേന അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ ബോട്ട് സംബന്ധിച്ച് വൈകാതെ തന്നെ ലഭിക്കുമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും സംഘത്തിലുള്ളവരെ കുറിച്ച് പോലീസിന് വളരെ നിർണായകമായ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. ശരത്, ഈ വിവരങ്ങൾ അന്വേഷണത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്? കേന്ദ്ര ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ പോലീസ് കൈമാറിയോ? തുടർ വിവരങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടികൾ അക്കാര്യങ്ങൾ? ശരത്ത്, ഈ ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളടക്കം ഒരു നിരീക്ഷണ സ്വഭാവം ഈ കേസിന് കൈവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് മനുഷ്യക്കടത്ത് എന്ന രീതിയിൽ ഒരു തരത്തിൽ നിർവചിക്കപ്പെടുമ്പോൾ മറ്റിടത്ത് ഒരു അഭയാർത്ഥി ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഇത് ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു നിർദ്ദേശം ഇത് സംബന്ധിച്ച് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിന് ഒരു കേന്ദ്ര ഏജൻസികളുടെ അടക്കം നിരീക്ഷണമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണത്. എന്തായാലും പ്രഭു അതോടൊപ്പം തന്നെ രവി എന്നിവരിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ളത്. ഇതനുസരിച്ചാണെങ്കിൽ മനുഷ്യക്കടത്തിനുള്ള ഒരു സാധ്യതകൾ വളരെ കുറവ് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ അടക്കമുള്ള ഒരു രാജ്യങ്ങൾ ഒരു അഭയാർത്ഥി അഭയാർത്ഥി സമൂഹത്തെ അടക്കം അവിടെ കുടിയേറ്റ നിയമങ്ങളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായതുകൊണ്ട് ഒരു മനുഷ്യക്കടത്തിലുള്ള ഒരു സാധ്യത അത്തരം ദ്വീപ സമൂഹങ്ങളിലേക്കില്ല. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യക്കടത്ത് എന്ന രീതിയിൽ അവർ ലക്ഷ്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഓസ്ട്രേലിയയിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെയും ഓസ്ട്രേലിയയിലേക്ക് ക്രിസ്മസ് ദ്വീപ് എന്ന ഒരു ഭാഗം പറയുമ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗം ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് ദ്വീപ് എന്ന ലക്ഷ്യം വെക്കുമ്പോൾ മറുഭാഗം ന്യൂസിലാൻഡ് എന്നതാണ് പറയുന്നത്. ഇത് സംബന്ധിച്ചൊരു അഭ്യൂഹം പോലീസിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഏത് ദ്വീപിലേക്ക് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ പോലീസിന് അന്വേഷണത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തേ മതിയാകൂ. എന്തായാലും കൂടുതൽ മുന്നോട്ടുള്ള അന്വേഷണങ്ങൾക്ക് കേന്ദ്ര സഹായവും കൂടിയേ തീരൂ എന്നുള്ളൊരു നിഗമനത്തിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യൻ സമുദ്രാതിർത്തികളെല്ലാം തന്നെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു, അത്തരം സഞ്ചാരപഥങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരം ഒരു അന്വേഷണ സംഘങ്ങളുടെ കൂടി ഒരു ക്രോഡീകരണം
എന്നതിൽ ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയുള്ളൊരു ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. വസ്തുക്കളെല്ലാം തന്നെ ഇവരെയും അറിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പലവിധ വിവരങ്ങളുണ്ടായിരുന്നു. അതായത് ഈ ബോട്ടിൽ കുത്തി നിറച്ചാണ് ആളെ കൊണ്ടുപോയതെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില മൊഴികൾ അന്വേഷണ ഏജൻസികൾക്കാകെ ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത് സാധ്യമല്ല എന്ന് ബോട്ട് ഉടമ പറയുന്നതും മറ്റൊരു തരത്തിൽ വാർത്തയായി പുറത്തു വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്, ഈ നവജാത ശിശുക്കളുണ്ട്. നമ്മൾ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകിയിരുന്നു. ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ പോകാനായി എത്തിയത് ശേഷം അവിടെ എത്തി പ്രസവിച്ച് 12 ദിവസത്തിനകമോ മറ്റോ ഈ ബോട്ടിൽ പോയ കുഞ്ഞും അമ്മയും അടക്കമുണ്ട് എന്ന വിവരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഡാനി തന്ന വിവരങ്ങളിൽ ഇവരെല്ലാം ബന്ധുക്കളാണ് എന്നൊരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. ആളുകളുടെ ഒരു പൂർണ്ണമായ പേരുവിവരം സംഘടിപ്പിക്കാൻ പോലീസിനായിട്ടുണ്ടോ? ശരത്ത്, ഇതിൽ ഏറെക്കുറെ ആളുകളുടെ പൂർണ്ണമായ പേരുവിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 80നോട് അടുത്ത ഒരു ആളുകളുടെ അവരുടെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 80 പേരോളം പേരുടെ ഡീറ്റെയിൽസ്, വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അവരെ അന്വേഷണത്തെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് പേരുവിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകാത്തത്. പക്ഷേ 80ഓളം പേര്, ഈ സംഘത്തിലുണ്ടായിരുന്ന 80ഓളം പേരെ പോലീസ് വളരെ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രഭു, അതോടൊപ്പം തന്നെ രവി എന്നിവരുടെ ഒരു മൊഴികളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ തിരിച്ചറിയാൻ കാരണമെന്ന് പറയുന്നത് ഇവരെല്ലാവരും തന്നെ കൂടുതൽ പേരും തന്നെ ബന്ധുക്കളാണ് എന്നത് തന്നെയാണ്. പലരെയും പ്രഭുവിനും സെൽവനും എല്ലാം തന്നെ തിരിച്ചറിയാം. നാളുകളായി അഭയാർത്ഥി ക്യാമ്പുകളിൽ, ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ പേരെയും പരസ്പരം തിരിച്ചറിയാവുന്നവർ തന്നെയാണ്, പരസ്പരം അറിയാവുന്നവർ തന്നെയാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നത് വളരെ സ്പഷ്ടം തന്നെയാണ്. അതുമാത്രവുമല്ല, ഓസ്ട്രേലിയയിൽ ഇവരുടെ പലരെയും തന്നെ ബന്ധുക്കളും നേരത്തെ പുറപ്പെട്ടവരും അവിടെ ജോലി കരസ്ഥമാക്കിയവരും തന്നെയുണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് കൂടി ലഭിച്ച ഒരു പ്രോത്സാഹനങ്ങളുടെ ഒരു അടിസ്ഥാനമുണ്ട്. ഈ ദ്വീപുകൾ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുമ്പോൾ ഇതിൽ ഓസ്ട്രേലിയ, അതല്ലെങ്കിൽ ശ്രീലങ്ക, ഇത് ഏത് ദ്വീപ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം നിലവിൽ പ്രഭുവും അതോടൊപ്പം തന്നെ രവിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഏതാണ്ട് ഈ ദ്വീപുകൾ സംബന്ധിച്ച് ഒരു പരസ്പര വിരുദ്ധമായ ഒരു മറുപടികൾ ലഭിക്കുന്നുണ്ട് എന്നത് പോലീസ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അത്തരം ഒരു കൃത്യമായ ഒരു അനുമാനത്തിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട്. എന്തായാലും പ്രഭുവിനെയും രവിയെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുത്തേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഏതാണ്ട് 10ലധികം പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 80ഓളം പേരെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസിന് എത്താനും കഴിഞ്ഞിട്ടുള്ളത്. ശരത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് എന്നു പറഞ്ഞു പോയ ആ ബോട്ടിലെ ആളുകളുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാനായി എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഡാനി നൽകിയത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിനെക്കുറിച്ച് DGP ലോക്നാഥ് ബെഹ്റ റിപ്പോർട്ട് തേടി. സ്റ്റേഷനുകളിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് DGPയുടെ നടപടി. വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഇന്നലെ ഈ മാഫിയ ബന്ധം, അത്തരം പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധന നടന്നത്. ഏതാണ്ട് 53 സ്റ്റേഷനുകളിലോ മറ്റോ ആയിരുന്നു ആ പരിശോധന. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ DGPയുടെ റിപ്പോർട്ട് തേടൽ? തീർച്ചയായും അതിന്റെ അനുസരിച്ചാണ് റിപ്പോർട്ട് തേടൽ. മാത്രമല്ല 6 SHOമാർക്കെതിരെ നടപടിയും ഉണ്ടാകും. ഈ നടപടിക്കുള്ള ശുപാർശ പോയി കഴിഞ്ഞിരിക്കുന്നു. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇന്നലെ വിജിലൻസ് നടത്തിയത്. ഈ പരിശോധന ഇന്നും തുടരുകയാണ്. ഓപ്പറേഷൻ തണ്ടർ എന്ന് പേരിട്ട പ്രത്യേക മിന്നൽ പരിശോധനയാണ് ഇന്നലെ 57 പോലീസ് സ്റ്റേഷനുകളിൽ ഇന്നലെ വിജിലൻസ് നടത്തിയത്. ആ പരിശോധന ഇന്നും സംസ്ഥാനത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും തുടരുകയാണ്. ഏകദേശം 100ഓളം പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് ക്വാറി, മണൽ മാഫിയ അടക്കമുള്ള വലിയ ഇടപെടലുകൾ നടത്തുന്നു എന്നതായിരുന്നു വിജിലൻസ് ഡയറക്ടർ മുഹമ്മദ് യാസിൻ ലഭിച്ച പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കി ഇന്നലെ ഒരു മിന്നൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഈ പരിശോധനയിലെ കണ്ടെത്തലുകൾ DGPക്കും കൈമാറുകയാണ്. DGP ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടറോട് തേടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും. ഇന്നലെ നടത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. കാരണം 10 വർഷത്തോളമായി പല പോലീസ് സ്റ്റേഷനുകളിലും മണൽക്കടത്ത് കേസുകൾ ഒന്നുപോലും റിപ്പോർട്ട് ചെയ്യാത്ത പോലീസ് സ്റ്റേഷനുകളുണ്ട്. അതായത് ഇത്തരം മണൽ മാഫിയുമായി പോലീസിനുള്ള അവിശുദ്ധ ബന്ധം തെളിയിക്കുന്നതാണ് ഈ ഒരു കണക്ക് എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിന് പുറമെ ലഭിക്കുന്ന പരാതികൾക്ക് രസീത് നൽകാതിരിക്കുക, കൃത്യമായ പരാതികൾ അന്വേഷിക്കാതിരിക്കുക, ഒപ്പം തന്നെ അനധികൃതമായ പണം സൂക്ഷിക്കുക
ഇങ്ങനെയുള്ള പല കണ്ടെത്തലുകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലുള്ളത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവ് പോലും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃതമായി 100-ലധികം വാഹനങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ പിടിച്ചുവെക്കുന്ന സാഹചര്യം. ഇങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ഒരു ക്രിമിനൽ വൽക്കരണത്തിന്റെ വലിയൊരു തെളിവുകളാണ് ഇന്നലെ വിജിലൻസ് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള തുടർ പരിശോധന ഇന്ന് നടക്കുകയാണ്. ഇതിൽ തുടർ നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. DGP ലോക്നാഥ് ബെഹ്റ റിപ്പോർട്ട് തേടിയതിലൂടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കും. ശരി സജിത്.